നമസ്കാരം. ഭക്തിയുടെയും നിഷ്കളങ്കതയുടെയും ഹൃദയസ്പർശിയായ ഒരു കഥയാണിന്ന് പങ്കുവയ്ക്കുന്നത്. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു കൊച്ചുകുട്ടി താമസിച്ചിരുന്നു. അവന് ഗുരുവായൂരപ്പന് ജീവനായിരുന്നു. ദിവസവും ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുതാലേ അവൻ സമാധാനം കിട്ടുമായിരുന്നുള്ളൂ. ഒരു ദിവസം തൻ്റെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ കൊണ്ട് അവൻ സ്വന്തമായി ഒരു മാലയുണ്ടാക്കി. ആ മാല ഭഗവാന് ചാർത്തണം എന്നതായിരുന്നു അവൻ്റെ വലിയ ആഗ്രഹം. അവൻ ഓടിച്ചെന്ന് മേൽശാന്തിയോട് പറഞ്ഞു, സ്വാമി, ഈ മാല എൻ്റെ കൃഷ്ണൻ ഒന്ന് ചാർത്തിക്കൊടുക്കാമോ? പക്ഷേ തിരക്കുള്ള സമയമായതുകൊണ്ടും മാല അത്ര വലുതല്ലാത്തതുകൊണ്ടും മേൽശാന്തി അത് വാങ്ങി വിഗ്രഹത്തിന് താഴെ വെച്ചു. ഭഗവാന്റെ കഴുത്തിൽ ആ മാല ചാർത്താത്തതിൽ കുട്ടിക്ക് വലിയ വിഷമമായി. അവൻ കരഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു മരച്ചുവട്ടിൽ പോയിരുന്നു. തൻ്റെ മാല ഭഗവാൻ സ്വീകരിച്ചില്ലല്ലോ എന്നോർത്ത് അവൻ ആ മരക്കൊമ്പിലും ഒരു ചെറിയ മാല ചാർത്തി അവിടെയിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മേൽശാന്തി ഒരു സ്വപ്നം കണ്ടു. ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ആ കുട്ടി തന്ന മാലയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് നീ എവിടെയാണ് വെച്ചത്? പിറ്റേ ദിവസം രാവിലെ മേൽശാന്തി ഓടി ക്ഷേത്രത്തിലെത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. ശ്രീകോവിലെ വിഗ്രഹത്തിൽ ഭഗവാന്റെ വലിയ മാലകൾക്കിടയിൽ ആ കുട്ടി നൽകിയ ചെറിയ മാല മിന്നിത്തിളങ്ങുന്നു. പക്ഷേ അതിലും വലിയ അത്ഭുതം മറ്റൊന്നായിരുന്നു. ഭഗവാന്റെ ദേഹത്ത് ഇരുന്ന വലിയൊരു സ്വർണമാല കാണാനില്ല. അദ്ദേഹം പരിഭ്രമിച്ച് ക്ഷേത്രത്തിന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആ കുട്ടി മാല ചാർത്തിയ അതേ മരക്കൊമ്പിൽ ഭഗവാന്റെ സ്വർണമാല തൂങ്ങിക്കിടക്കുന്നു. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിനു മുന്നിൽ ഭഗവാൻ തൻ്റെ മാല അവന് നൽകിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ നൽകുന്ന വസ്തുവിൻ്റെ വിലയല്ല, മറിച്ച് അത് നൽകുന്ന മനസ്സിൻ്റെ പരിശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. സുമതി എന്ന സഹോദരിയുടെ പ്രാർത്ഥനയും ഇതുപോലെ ഭഗവാൻ കേൾക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി.